തൗസൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശംഖുപുഷ്പം എന്ന ഔഷധ സസ്യത്തെ നമുക്ക് പരിചയപ്പെടാം. വളരെ മനോഹരമായ പൂക്കളോട് കൂടിയ ഒരു വള്ളിസസ്യമാണ് ശംഖുപുഷ്പം. സംസ്കൃതത്തിൽ ശംഖുപുഷ്പി അപരാജിത എന്ന പേര് കൂടിയുണ്ട്. പൂക്കൾക്ക് വെള്ളയോ ചുമപ്പോ താമ്രവർണ്ണമോ ആയ പൂക്കളുണ്ടാവും. അണ്ഡാകൃതിയിലുള്ള വിത്തുകൾക്ക് മഞ്ഞ കലർന്ന തവിട്ടു നിറമാണ്. ഈ ചെടിയുടെ പൂവ്, വേര്, ചിലപ്പോൾ സമൂലഭാഗവും ഔഷധയോഗ്യമാണ്. ഇതുകൊണ്ട് നമുക്ക് ഹെർബൽ ടീ ഉണ്ടാക്കാം. ശംഖുപുഷ്പം ബ്ലൂ ടീ വെയ്റ്റ് ലോസിന് ഉപയോഗിക്കുന്നു. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം കുടിക്കുന്നതാണ് നല്ലത്. മെനപ്പോസ് ഉള്ള സ്ത്രീകൾക്ക് ശരീരത്തിന് പെട്ടെന്ന് ചൂട് വരിക എന്നതിന് ഇത് കുടിക്കുന്നത് നല്ലതാണ്. ഉറക്കക്കുറവുള്ളവർക്കും നല്ലതാണ്. അൽഷിമേഴ്സ് വരാതിരിക്കാൻ ഇതുപയോഗിക്കുന്നു. ജലദോഷം, വലിവ്, ശ്വാസം മുട്ട് ഇതിനെല്ലാം ഗുണപ്രദമാണ്. ഇതൊരു റോസ് വയലറ്റ് കളറുള്ള ഒരു പുഷ്പമാണ്. ഇത് ശംഖുപുഷ്പത്തിൻ്റെ അതേ ഷേപ്പ് തന്നെയാണ്. ഇതതിൻ്റെ കായ. ഇത് തൊടിയിലൊക്കെ ഇഷ്ടം പോലെ കളയിട്ട് പടർന്ന് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പിന്നെ നമ്മൾ പറയും. നമ്മൾ സാധാരണ അത് ഉപയോഗിക്കാറില്ല. ഇനി ഈ 2 ഇതൊരു തട്ടിലിട്ട് നമ്മൾ ഉണക്കാൻ വെച്ചു. ഇനി ഹെർബൽ ടീ ഉണ്ടാക്കാനുള്ള വെള്ളം തിളപ്പിക്കാം. ശബ്ദം ഉണ്ടാക്കണ്ട, ഞാൻ കൊടുക്കുക.
ഇത് ഇടുന്നത് ഇതിൽ എങ്ങനെ ഇടണം കേട്ടോ, എടുക്കണം കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് ഉണക്കി വെച്ച ശംഖുപുഷ്പം ഇടാം. ഇത് എല്ലാം തിളച്ച് വരട്ടെ. ഇത് കുറേശ്ശെ കളറ് വരാൻ തുടങ്ങി. ഇനി ഒന്ന് അടച്ചു വെക്കാം. കുറേശ്ശെ കളർ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി തിളക്കട്ടെ. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കില്ലല്ലോ. ഇപ്പോൾ കളറൊക്കെ നന്നായി മാറി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി ഇതിൽ മൂന്നിലും നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഇനി 3 ഗ്ലാസും റെഡിയായി. ഇനി ഒന്നിലേക്ക് നമുക്ക് തേനൊഴിക്കാം. തേനൊഴിക്കുമ്പോൾ ഇത് കളർ മാറും. കണ്ടോ? അടിയിൽ നല്ല പർപ്പിൾ കളറ്. ഇനി മറ്റൊന്നിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീരൊഴിക്കാം. ചെറുനാരങ്ങ നീരൊഴിക്കുമ്പോഴും കളറ് ചേഞ്ച് ആവുന്നുണ്ട്. കണ്ടോ? അപ്പോൾ 3ഉം വ്യത്യസ്തമായ കളറായി. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതിന് ഒരു പുളിപ്പ് രസം ഉണ്ടാകും ചെറുനാരങ്ങയുടെ. തേനിൻ്റേത് മധുരമായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് കുടിക്കാം. ശംഖുപുഷ്പം ഉണക്കി പൊടിച്ച് നമുക്ക് സൂക്ഷിക്കാം. വേണ്ടുമ്പോൾ കുറച്ച് പൊടി മാത്രം ഇട്ടാൽ മതി തിളപ്പിച്ച വെള്ളത്തിലേക്ക്. അപ്പോൾ ആരോഗ്യപ്രദമായ ഈ ശംഖുപുഷ്പം ടീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമല്ലോ. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ.